എൻ്റെ ഓഡിയോ ബുക്ക് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ലിസണേഴ്സിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എൻ്റെ അവതരണത്തെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. ശ്രീധരൻ നായർക്ക് കട്ടിലിൽ നിന്ന് അനങ്ങാൻ കഴിയുന്നില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗം പാടെ തളർന്നു പോയിരിക്കുന്നു. ഒരൊറ്റ രാത്രി സമ്മാനിച്ച ക്രൂരത. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് തലേ രാത്രി ഉറങ്ങാൻ കിടന്നത്. എല്ലാം ഇവിടെ തകർന്നു പോയിരിക്കുന്നു. തൻ്റെ മനസ്സിലെ വിചാരങ്ങൾ പോലും വൈനതയെ അറിയുന്നു. അതിൻ്റെ ഫലമല്ലേ ഇത്? അല്ലെങ്കിൽ ഇത്ര പൊടുന്നനെ ഒരു തളർച്ച സംഭവിക്കാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇതയാളുടെ വൈരാഗ്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. ശ്രീധരൻ നായർ എണീറ്റിരിക്കാൻ പരിശ്രമിച്ചു. ഇല്ല, ഒരു വശം മരം പോലെ കട്ടിലിനോട് ചേർന്ന് കിടപ്പാണ്. നാവ് ഉയർത്തി അപ്പുക്കുട്ടനെ വിളിക്കാൻ ശ്രമിച്ചു. ആ ശ്രമവും പാഴായിപ്പോയി. നാവിൻ്റെ പകുതി ഭാഗം മരിച്ച അവസ്ഥയിലാണ്. അപ്പുക്കുട്ടനും സീതയും പണിക്കാരോടൊപ്പം വീട്ടുസാധനങ്ങൾ കാളവണ്ടിയിൽ കയറ്റുകയാണ്. ഒരു കാളവണ്ടിയിൽ കൊള്ളാനുള്ള സാധനങ്ങൾ കഷ്ടിച്ചേയുള്ളൂ. അവരുടെ ശ്രദ്ധയാകർഷിക്കാൻ തനിക്കൊരു ചെറിയ ശബ്ദം പോലും എടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ശ്രീധരൻ നായർ വിഷാദിച്ചു. അയാളുടെ ഒരു കണ്ണിൽ മാത്രം കണ്ണീർ പൊടിഞ്ഞു. മറ്റേ കണ്ണ് ഒരേ ലക്ഷ്യത്തിൽ തന്നെ നട്ടുനിൽപ്പാണ്. ആ കണ്ണിൻ്റെ കാഴ്ചശക്തിയും നശിച്ചിരിക്കുന്നു. പകുതി മരിച്ച മനുഷ്യൻ. പക്ഷേ മനസ്സു മാത്രം മരവിച്ചിട്ടില്ല. ആലോചിക്കാനും വിഷാദിക്കാനും മാത്രം ശക്തി നിർത്തിയിരിക്കുന്നു. എന്തൊരു ദുർവിധിയാണ് എൻ്റെ ദൈവമേ! ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇത്രയും വിഷാദത്തിന് കാരണമാകില്ലായിരുന്നു. ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കിടക്കാമായിരുന്നു. ആ പ്രതീക്ഷയും ഇപ്പോൾ തൻ്റെ ശരീരം പോലെ മരവിച്ചിരിക്കുന്നു. ഇനിയോ? യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു. അപ്പുക്കുട്ടൻ അച്ഛനെ വിളിക്കാൻ വന്നു. വണ്ടിയുടെ സമീപത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടാണവൻ വിളിച്ചുണർത്താത്തത്. ഇത്തിരി പോന്ന സാധനങ്ങൾ വണ്ടിയിൽ കയറ്റാൻ അച്ഛൻ വേണമെന്നില്ലെന്ന് കരുതി വിളിച്ചില്ല. ഒരു ദീർഘയാത്ര പോകാനുള്ളതല്ലേ. അച്ഛൻ ആവോളം ഉറങ്ങിക്കൊള്ളട്ടെ എന്നവൻ തീരുമാനിച്ചു. ഇപ്പോൾ പുറപ്പെടാനായിരിക്കുന്നു. ഇനി അച്ഛനെ ഉണർത്താതെ രക്ഷയില്ല. അച്ഛാ, അച്ഛാ! അപ്പുക്കുട്ടൻ അച്ഛനെ കുലുക്കി വിളിച്ചു. അപ്പോൾ ആ നിമിഷത്തിലാണവൻ അച്ഛന് സംഭവിച്ച അത്യാഹിതത്തെക്കുറിച്ച് നടുക്കത്തോടെ മനസ്സിലാക്കുന്നത്. ജീവനുള്ള ഒരു കണ്ണിൻ്റെ ചലനം അപ്പുക്കുട്ടൻ്റെ മുഖത്ത് തന്നെ നിശ്ചലമായി. ആ മിഴികൾ നിറഞ്ഞു തുളുമ്പുകയായി. അപ്പുക്കുട്ടൻ നടുങ്ങി. അവൻ അലറിക്കരഞ്ഞുപോയി. അപ്പുക്കുട്ടൻ്റെ നിലവിളി കേട്ട് സീതയും പ്രഭാകര പണിക്കരും ആ വീട്ടുപടിക്കൽ കൂടിയ ചില അയൽക്കാരും വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു വന്നു. എന്താ അപ്പുക്കുട്ട? അച്ഛൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അച്ഛൻ്റെ കാൽ തിരുമ്മിക്കൊണ്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വിഹ്വലതയോടെ അപ്പുക്കുട്ടൻ അറിയിച്ചു. അതിനും മേലെ അവൻ്റെ കരച്ചിൽ ശബ്ദം. ചുറ്റും വന്നു നിന്നവരെ ഒറ്റ കണ്ണുകൊണ്ട് ശ്രീധരൻ നായർ ഒരു നോക്ക് കണ്ടു. പിന്നെ ആ കാഴ്ച കണ്ണുനീർ മറച്ചു കളഞ്ഞു. ആ മിഴികളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കണ്ണീർ മുത്തുകൾ വീണ് തലയണ നനഞ്ഞു കുതിർന്നു. വയ്യ, എനിക്ക് വയ്യ! വലതുകൈ ഉയർത്തി ശ്രീധരൻ നായർ പറഞ്ഞത് അങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വാ തുറന്ന് എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊരു ഗോഷ്ഠിയായി പരിണമിച്ചതേയുള്ളൂ. പകുതി മരിച്ച നാവ് എങ്ങനെ ചലിക്കാനാണ്? എന്തൊക്കെയോ പറയാനുള്ള അത്യാർത്തി ശ്രീധരൻ നായർക്കുണ്ടായിരുന്നു. ഒടുവിൽ ഒറ്റക്കണ്ണിൻ്റെ ചലനം കൊണ്ടും ഒരു കൈകൊണ്ടുള്ള ആംഗ്യത്തോടെയും ഇത്രയും അറിയിച്ചു. ഞാനും വീട് പോയി. ഇനി എങ്ങോട്ടും പോകണ്ട. ഒരു മനുഷ്യൻ്റെ ഒടുവിലത്തെ പ്രതീക്ഷയും നശിച്ചു കഴിഞ്ഞുള്ള വേദന ആ അറിയിപ്പിലുണ്ടായിരുന്നു. വന്നു കൂടിയവരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും ശ്രീധരൻ നായരുടെ മനസ്സ് മാറിയില്ല. ഇതുമായി, ഇത്രയുമായി ഇനി വരുന്നതും കൂടി അനുഭവിച്ചു തീർത്തേക്കാം.
ശ്രീധരൻ നായർ ആംഗ്യത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കി. അയാൾ ഇത്രയും ക്രൂരനാകരുതായിരുന്നു, പ്രഭാകര പണിക്കർ സ്വയം പറഞ്ഞു. നമുക്ക് ചെന്ന് വൈനതയും തിരുമേനിയും ഒന്ന് കണ്ടാലെന്താ? കാര്യം പറയാം. കാലു പിടിക്കാൻ ചെന്നാൽ അയാൾ ചിലപ്പോൾ ക്ഷമിച്ചെന്നു വരും. അയൽക്കാരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടു. ശ്രീധരൻ നായരുടെ ഒറ്റക്കണ്ണ് മിഴിഞ്ഞു. വലതുകൈ എടുത്ത് പെട്ടെന്ന് അയാൾ വിലക്കി. വേണ്ട, അതുമാത്രം വേണ്ട. പരമരഹസ്യമായാണ് സ്ഥലം വിടാനുള്ള തീരുമാനമെടുത്തത്. വൈനതേയന്റെ ദുഷ്ടജ്ഞാന ദൃഷ്ടി അതും കണ്ടറിഞ്ഞു. ഇനി എവിടെ പോകാൻ, എന്തിനു പോകാൻ? അങ്ങനെ ആ മോഹവും അസ്തമിച്ചു. കാളവണ്ടിയിൽ കയറ്റിയ സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചിറക്കി. ദുഃഖത്തിന്റെ തുരുത്തിൽ ആ കൊച്ചു കുടുംബം ഒറ്റപ്പെട്ടു. എന്റെ ദേവി, ഇതിനു മാത്രം തെറ്റു ചെയ്തവരാണോ ഞങ്ങൾ? ഞങ്ങളെ രക്ഷിക്കാൻ അവിടുത്തേക്കും കഴിയില്ലേ? അപ്പുക്കുട്ടൻ മിഴിനീരോടെ ആർദ്രമായി കേണു. അവന്റെ വലതുകൈയിൽ പരമേശ്വരൻ നമ്പൂതിരി കെട്ടിക്കൊടുത്ത രക്ഷ വിറച്ചു. ഇനി ഈ വീട്ടിൽ 3 പേർ. വൈനതേയന്റെ വിനോദങ്ങൾ അതുകൂടി തീരുന്നതോടെ അവസാനിക്കാൻ പോകുന്നു. അത്രയും കൂടിയായാൽ അയാൾക്ക് തൃപ്തിയാകും. ഒരു കുടുംബത്തിന്റെ ഉന്മൂലനാശത്തിലൂടെ ലഭിക്കുന്ന സംതൃപ്തി. ദിവസങ്ങളുടെ ദുർബല ഫലങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ശ്രീധരൻ നായർക്ക് കട്ടിൽ കുഴിയിൽ നിന്ന് അനങ്ങാൻ കഴിയുന്നില്ല. ഇനി ഈ ജന്മത്തിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ശാരീരിക ആവശ്യങ്ങൾക്ക് പോലും മറ്റൊരാളുടെ സഹായം കൂടിയേ തീരും. മിക്കവാറും എല്ലാ ആവശ്യങ്ങളും കട്ടിലിൽ വെച്ചു തന്നെ നിർവഹിക്കേണ്ടി വന്നിരിക്കുന്നു. ഒന്ന് എണീറ്റിരിക്കാനും ഒരു ചുവടൊന്നു നടക്കാനും ആ ഹൃദയം ഉത്കടമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫലമില്ല. ശ്രീധരൻ നായരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വൈനതേയൻ അറിവുണ്ടായിരുന്നു. എന്നിട്ടും ആരോ ചെന്ന് വിവരം പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, കുറച്ചുകൂടി അവൻ കാണാൻ ഇനി ബാക്കിയുണ്ട്. അതുകൊണ്ടാണല്ലോ പകുതി ജീവൻ ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി കാണുന്നതൊന്നും ആരോടും അവൻ പറഞ്ഞു നടക്കില്ലല്ലോ. എല്ലാം കിടന്നുകൊണ്ടായിക്കോട്ടെ. അപ്പോഴും തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ വൈനതേയൻ ഒരുക്കമല്ലായിരുന്നു. പാഴൂർ ഇല്ലത്തിന്റെ പാരമ്പര്യത്തിൽ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. തീരുമാനങ്ങളിൽ മാറ്റവും ഉണ്ടായിട്ടുമില്ല. ഞാനായിട്ട് ആ ചരിത്രം തിരുത്തി എഴുതുന്നില്ല. പാരമ്പര്യം കളഞ്ഞു കുളിക്കുകയുമില്ല. ശ്രീധരന്റെ കുടുംബത്തോട് എനിക്ക് പകയുണ്ടെന്നും അവന്റെ കുടുംബം വെളുപ്പിക്കുമെന്നും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതാ. അതങ്ങനെ തന്നെ നടക്കും. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മാനസാന്തരം ഉണ്ടാക്കുന്ന പതിവ് ഇല്ലത്തെ മാന്ത്രികന്മാർക്കില്ല. തനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും ചൂണ്ടാൻ ഒരാളും ഉണ്ടായിട്ടില്ലെന്ന അഹംഭാവത്തിൽ നിന്നുടലെടുത്ത വാക്കുകൾ. ധിക്കാരം. പാഴൂർ ഇല്ലത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ധിക്കാരം. വൈനതേയൻ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. പുതിയ പുതിയ മന്ത്രങ്ങളുടെയും മാന്ത്രിക സിദ്ധികളുടെയും സ്വാധീനത്തിൽ പിന്നെയും ഒന്നുകൂടി തലക്കനം വന്നിരിക്കുന്നു വൈനതേയന്. തൻ്റെ മാന്ത്രിക സാമ്രാജ്യത്തിലേക്ക് കാറ്റുപോലും അനുവാദമില്ലാതെ കടന്നു വരില്ലെന്ന് ധരിച്ച അല്പേശ്വരൻ, അഹങ്കാരി. തൻ്റെ ഇല്ലത്തിരുന്നുകൊണ്ട് ആരുടെ പ്രവൃത്തിയെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പുതിയ മാന്ത്രിക സിദ്ധി കൂടി സ്വായത്തമാക്കാനുള്ള യജ്ഞത്തിലാണ് വൈനതേയൻ തിരുമേനി. അതും കൂടി വീണ്ടെടുത്തു കഴിഞ്ഞാൽ തൻ്റെ പ്രശസ്തി ഇനിയും വളരുമെന്ന് അദ്ദേഹം വ്യാമോഹിക്കുന്നു. ദിവസങ്ങൾ പ്രത്യേകതകളൊന്നും കൂടാതെ കടന്നു പോവുകയാണ്. ഇങ്ങനെ പോയാൽ ശ്രീധരൻ നായർക്കും ഭയമില്ലാതെയാവും. അതുപോരാ, തന്നെ ഭയപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ മതിയാവൂ. ശ്രീധരൻ നായർ അങ്ങനെ അങ്ങ് കിടക്കട്ടെ. ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ, അതു 2 കഴിഞ്ഞിട്ട് മതി ശ്രീധരൻ. വൈനതേയൻ അങ്ങനെ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം അപ്പുക്കുട്ടൻ എന്തോ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ കവലയിലെത്തിയ നേരം കടയിൽ നല്ല തിരക്ക്. അപ്പുക്കുട്ടൻ ബെഞ്ചിന്റെ ഒരു മൂലയിൽ തിരക്കൊഴിയാൻ കാത്തിരുന്നു. കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നവരാണ് മിക്കവരും. അതിനിടയിൽ കൊച്ചു കൊച്ചു പൊതികൾ കെട്ടുന്നത് പീഡികക്കാരന് സുഖമുള്ള കാര്യമല്ല. അപ്പുക്കുട്ടന് വേണ്ടത്
10ഉം 20ഉം പൈസയിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണ്. അതിനു തന്നെ ചിലപ്പോൾ നല്ല നേരം നോക്കേണ്ട ഗതികേട് വരും. ഇത്തിരി വൈകിയാലും തിരക്കൊഴിയും വരെ ഇരിക്കുകയാണ് ബുദ്ധി എന്നവനറിയാം. ആ നേരത്താണ് അകലെ നിന്നൊരു ആരവം കേൾക്കാൻ തുടങ്ങിയത്. അത് അനുനിമിഷം വളരുകയും കവലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. കൂക്കുവിളികൾ, പൊട്ടിച്ചിരികൾ, കയ്യടികൾ, അവയുടെ ആരവം ഒന്നായി ചേർന്ന് അസുഖകരമായ ബഹളം. കവലയിലും കടകളിലും നിന്നവർ ആ ശബ്ദം കേട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പുക്കുട്ടനും ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പാതയുടെ അങ്ങേയറ്റത്ത് ബഹളം എത്തിയിരിക്കുന്നു. അത് കവലയിലേക്ക് തന്നെ അടുക്കുകയാണ്. കാണെ കാണെ രംഗം വ്യക്തമാകുന്നു. ആരോ ഒരാൾ മുന്നിലോടുന്നു. അതിനു പിന്നാലെ ജനപ്രളയം. മുന്നിലോടുന്നയാൾ മനഃപൂർവ്വം ഓടുകയല്ല, ഓടിക്കുകയാണ്. അടുത്ത നിമിഷം മുന്നിലോടുന്ന രൂപം അപ്പുക്കുട്ടന് വ്യക്തമായി. അവൻ നടുങ്ങി തരിച്ചുപോയി, വിളർത്ത് വിവശനായി. അവൻ്റെ സിരകളിലെ രക്തസഞ്ചാരം നിലച്ചു പോയതുപോലെ. കാഴ്ചശേഷി മങ്ങുന്നു, തൊണ്ട വരളുന്നു. അപ്പുക്കുട്ടൻ പീടികയുടെ തൂണിൽ ഇരുകൈകളും ചുറ്റിപ്പിടിച്ചു. അല്ലെങ്കിൽ വീണുപോയേക്കും. മുന്നിലേക്കൊരു നോക്കുകൂടി ഒന്ന് നോക്കാൻ അശക്തനായി അപ്പുക്കുട്ടൻ വിറങ്ങലിച്ചു നിന്നു. ആൾക്കൂട്ടത്തിനു മുന്നിൽ ഒരു യുവതി നഗ്നയായി ഓടുന്നു. സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ കൈകൾ കൊട്ടി ഉറക്കെ പാടി ഉല്ലാസത്തോടെയാണ് അവളുടെ വരവ്. സീതേച്ചി, എന്റെ സീതേച്ചി! അപ്പുക്കുട്ടന്റെ നെഞ്ചു പൊട്ടുന്ന നിലവിളി ആരും ശ്രദ്ധിച്ചതേയില്ല. അപ്പുക്കുട്ടന്റെ ചുണ്ടുകൾ വിതുമ്പി. അത്യപൂർവമായൊരു കാഴ്ചയുടെ രസനീയത മുഴുവൻ കണ്ണുകളിലേക്ക് ആവാഹിക്കാൻ ഗ്രാമം മുഴുവൻ മിഴി തുറന്നത് ആ യുവതിയുടെ നഗ്നമേനിക്ക് നേരെയാണ്. സീതയുടെ തിളയ്ക്കുന്ന യൗവനത്തിനു നേരെ. താൻ പോരുമ്പോൾ ചേച്ചി അച്ഛന് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത്ര പൊടുന്നനെ ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ദൈവമേ, ഇതു താൻ കാണേണ്ടി വന്നല്ലോ. അപ്പുക്കുട്ടന്റെ നെഞ്ചു പിടഞ്ഞു. കണ്ണുകൾ കരകവിഞ്ഞു. അത് പക്ഷേ ആരും കണ്ടില്ല. അവനെ ആരും ശ്രദ്ധിച്ചതേയില്ല. സീതയും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സ്വബോധം നഷ്ടമായി കഴിഞ്ഞ അവൾ തൻ്റെ നഗ്നതയെക്കുറിച്ച് തെല്ലും ബോധവതിയായിരുന്നില്ല. തനിക്കു ചുറ്റും കൂടിയ ആരെയും അവൾ തിരിച്ചറിഞ്ഞില്ല. ദുർഗാക്ഷേത്രത്തിൽ ചെണ്ടമേളം മുറുകുന്നു. കാഴ്ച ശ്രീബലി ഇറക്കി എഴുന്നള്ളിക്കാറാകുന്നു. കവലയിലെ തിരക്കുകണ്ട് ക്ഷേത്രമുറ്റത്തു നിന്ന് പോലും ജനങ്ങൾ ഓടിയെത്താൻ തുടങ്ങി. തിടമ്പുവച്ച കരിവീരന്മാരെക്കാൾ പട്ടിൽ പൊതിഞ്ഞ ഭഗവതി വിഗ്രഹത്തേക്കാൾ കാണേണ്ട കാഴ്ച ഇതല്ലേ? മറ്റുള്ളതൊക്കെ നാളെയും കാണാം. ഇതങ്ങനെ കാണാൻ പറ്റുന്ന കാര്യമാണോ? സീത കവലയുടെ ഒത്ത മധ്യത്തിലായിരുന്നു. അവൾക്കു ചുറ്റും ജനസഹസ്രം. ചെണ്ടയുടെ താളത്തിൽ സീത ചുവടുകൾ വച്ചു തുടങ്ങി. ജനം നിർത്താതെ കൂവി, കൈയടിച്ചു. അതവൾക്ക് കൂടുതൽ ഹരം പകർന്നു. സീതയെ തിരിച്ചറിഞ്ഞവരും കൂട്ടത്തിലുണ്ടായിരുന്നു. അയൽക്കാരുമുണ്ടായിരുന്നു. പ്രായം ചെന്നവരും കുട്ടികളും ഉണ്ടായിരുന്നു. ആരും അവളുടെ സമീപത്തേക്ക് അടുത്തില്ല. കൗതുകകരമായ കാഴ്ചയുടെ രസനീയതയിൽ അവരെല്ലാം മതിമറന്നു നിൽക്കുകയല്ലേ. അപ്പുക്കുട്ടന് ഒരു നിമിഷം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ പരിസരം മറന്നു. അവനെ തന്നെ മറന്നു. ചേച്ചി, എന്റെ ചേച്ചി! അപ്പുക്കുട്ടൻ ഒരു കൊടുങ്കാറ്റ് പോലെ ജനമധ്യത്തിലേക്ക് പാഞ്ഞു കയറി. അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്ന് നൃത്തം ചവിട്ടുകയാണ് സീത. ജനം അപ്പോഴും ഉറക്കെ കൂവി. അപ്പുക്കുട്ടൻ പതറിയില്ല. അവന്റെ മിഴികൾ നിറഞ്ഞില്ല. മാറി നിൽക്കിനട പരട്ടകളെ! നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വന്നാലും നീയൊക്കെ കൂവുമോ? അവൻ അലറുകയായിരുന്നു. ചേച്ചി, ചേച്ചി! അപ്പുക്കുട്ടൻ ചേച്ചിയുടെ തോളിൽ പിടിച്ചു. അവൾ ക്രുദ്ധയായി അവന്റെ കൈ തട്ടിമാറ്റി. പിന്നെയും ചുവടുവയ്പ്പുകൾ തുടർന്നു. അപ്പുക്കുട്ടൻ തന്റെ ഷർട്ടൂരി ബലമായി തന്നെ സീതയുടെ നഗ്നത മറയ്ക്കാൻ പാടുപെട്ടു. അപ്പോഴേക്കും ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരാൾ കൂടി അപ്പുക്കുട്ടന്റെ അടുത്തേക്ക് വന്നു. പ്രഭാകര പണിക്കർ. എന്റെ മോളെ, നീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടിയത്?
പണിക്കർ തൻ്റെ രണ്ടാം മുണ്ട് സീതയെ ഉടുപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് കുതറി മാറാൻ സീത കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇരുവരും ബലമായി പിടിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും നടത്തി തുടങ്ങി. ജനം അപ്പോഴും അവർക്കു പിന്നിൽ നിരാശയോടെ കൂവുകയായിരുന്നു. കവല കഴിഞ്ഞു. പാതയും അവസാനിച്ചു. അവർ നടവരമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവരെ കാത്തുന്നോണം ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വൈനതേയൻ തിരുമേനി. മുറുക്കി ചുവപ്പിച്ച വൈനതേയന്റെ ചുണ്ടത്ത് വല്ലാത്തൊരു പുഞ്ചിരി. അപ്പുക്കുട്ടന്റെ രക്തം തിളച്ചു. ഒരു ചവിട്ടിന് അയാളെ ഇല്ലാതെയാക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നവൻ വിഷാദിച്ചു. നല്ല കാഴ്ചയായിരുന്നു അല്ലേ പണിക്കരെ? അകത്തമ്മമാരെ ഇങ്ങനെ വല്ലപ്പോഴും പുറത്തു കാണുന്നതൊരു രസമാണേ. വൈനതേയൻ ഉറക്കെ ചിരിച്ചു. പ്രഭാകര പണിക്കർ ഒന്നും മിണ്ടിയില്ല. അപ്പുക്കുട്ടൻ എന്തോ പറയാൻ തിരിഞ്ഞു നിന്നതാണ്. പക്ഷേ പണിക്കർ അവന്റെ കൈക്കു പിടിച്ചുകൊണ്ട് ബലമായി മുന്നോട്ട് നയിച്ചു. വൈനതേയന്റെ ചുണ്ടത്തപ്പോൾ ഏതോ ശൃംഗാര ശ്ലോകത്തിന്റെ ശീലുകൾ ഉയരുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ സീതയ്ക്കെന്താ പറ്റിയെന്ന്? ഇതിന് ഉത്തരവാദി ആരാണെന്ന്? നീ ഏതായാലും ഇപ്പോൾ അയാളോടൊന്നും പറയാൻ നിൽക്കണ്ട. വൈനതേയന്റെ പൊട്ടിച്ചിരി അവഗണിച്ച് അവൻ മുന്നോട്ട് തന്നെ നടന്നു. വീടെത്തുവോളം ആ ചിരിയുടെ അലകൾ അവരെ അനുഗമിച്ചു. വീട്ടിലെത്തിയിട്ടും സീത പൂർവസ്ഥിതിയിലായില്ല. ഉടുപ്പിക്കുന്ന വസ്ത്രങ്ങൾ പിച്ചിച്ചീന്തി ദൂരെ എറിഞ്ഞിട്ടവൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. ഉന്മാദത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തി അവളുടെ പരാക്രമം. പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും മുറിക്കുള്ളിൽ സീത ബഹളം വെച്ചുകൊണ്ടിരുന്നു. ആരുടെയും സാന്ത്വനങ്ങൾ അവൾ കേട്ടില്ല. ആരെയും അവൾ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല. എല്ലാം കേട്ടും എല്ലാം അറിഞ്ഞും ശ്രീധരൻ നായർ കട്ടിൽക്കുഴിയിൽ തേങ്ങലോടെ ഞരങ്ങി. ശ്രീധരൻ നായരുടെ ഒരു കണ്ണിൽ മാത്രം ജലം പെരുകി. തൻ്റെ മകൾ, തൻ്റെ പൊന്നുമകൾ നഗ്നയായി തെരുവു വീഥിയിലൂടെ ഓടി. ചിത്തഭ്രമത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ അവൾ ഉറക്കെ ചിരിക്കുന്നു. ദുർവിധി, എല്ലാം ദുർവിധി. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത പിതൃഹൃദയത്തിന്റെ വ്യസനം. അപ്പുക്കുട്ടൻ കരയുകയായിരുന്നു. ഇരുവർക്കും കാവൽ പോലെ അവൻ രണ്ടു മുറികളുടെയും മധ്യത്തിൽ വെറും നിലത്ത് കുത്തിയിരുന്നു. അവന്റെ മിഴിനീർ വീണ് ചാണകം മെഴുകിയ നിലം തിണർത്തു. എന്തു ചെയ്യണം? തനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഒരാളെങ്കിലും ഒരു സഹായത്തിനുണ്ടായിരുന്നുവെങ്കിൽ. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ തങ്ങൾക്കതും നഷ്ടപ്പെട്ടിരിക്കുന്നു. വിധിയും കാലവും ദൈവവും കൂടി തങ്ങളെ വേദനകളുടെ തുരുത്തിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോയിരിക്കുന്നു. സന്ധ്യയോടുകൂടി സീതയ്ക്ക് ബോധം വീണ്ടുകിട്ടി. താൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെക്കുറിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് ദുഃഖം തോന്നി. അപ്പുക്കുട്ടന്റെ നേരെ പോലും നോക്കാൻ കഴിയാത്ത ജാള്യം, വിഷാദം, വിമ്മിട്ടം. തനിക്കെന്തു സംഭവിച്ചു പോയതാണ്? ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒരു തേങ്ങലോടെ അവൾ തറയിൽ കിടന്ന് തല തല്ലിക്കരഞ്ഞു. രാത്രി. ശ്രീധരൻ നായരുടെ കട്ടിലിനു താഴെ തഴപ്പായയിൽ അപ്പുക്കുട്ടൻ കിടന്നുറങ്ങുന്നു. പട്ടിണിയുടെ തളർച്ച കൂടിയായപ്പോൾ ബോധം കെട്ടുള്ള ഉറക്കമായിരുന്നു. സീത ഉറക്കം വരാതെയും കിടക്കുന്നു. താൻ നഗ്നയായി കവലയിൽ നിന്ന് നൃത്തം ചവിട്ടിയത്രേ. ആ രംഗം ഓർമ്മിക്കുമ്പോഴൊക്കെ അവൾ അടിമുടി തളർന്നു പോവുകയാണ്. ഇനി എങ്ങനെ മറ്റൊരാളുടെ മുഖത്ത് നോക്കും? പരിഹസിച്ചു ചിരിക്കുന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഴുവൻ മുഖങ്ങളും തനിക്കു ചുറ്റും ആർത്തലയ്ക്കുന്നതവൾ കാണുന്നു. അപ്പോൾ അകലെ പാടൂർ ഇല്ലത്തിന്റെ പൂജാമുറിയിലും ഒരാൾ മാത്രം ഉറങ്ങാതെ പത്മാസനമിട്ടിരിക്കുന്നുണ്ടായിരുന്നു. വൈനതേയൻ തിരുമേനി. അയാൾക്കു ചുറ്റും 100 ചെറു പന്തങ്ങൾ പ്രകാശം പ്രസരിപ്പിച്ചു. പാതി അടച്ച മിഴികളോടെ മുന്നിലേതോ ലക്ഷ്യത്തിൽ ശ്രദ്ധ മുഴുവൻ അർപ്പിച്ചിരിക്കുകയാണയാൾ. തൊട്ടുമുന്നിൽ ചെറിയൊരു ഹോമകുണ്ഡം എരിയുന്നു. അതിൽ നിന്നുയരുന്ന രൂക്ഷഗന്ധമുള്ള പുകപടലം പൂജാമുറിയാകെ പടർന്നിറങ്ങുന്നു. വൈനതേയന്റെ ചുണ്ടുകളിൽ
അസ്പഷ്ടമായ മന്ത്രോച്ചാരണത്തിൻ്റെ ശീലുകൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഏതോ ഒരു ദുഷ്കർമ്മത്തിൻ്റെ ഈറ്റുനോവ് അനുഭവിക്കുകയാണയാൾ. അതെത്രയും പെട്ടെന്ന് സുസാധ്യമാക്കാനുള്ള വെമ്പൽ വനിതയുടെ ചലനങ്ങളിൽ. നിമിഷങ്ങൾ കഴിഞ്ഞുപോകെ മുറിക്കുള്ളിലെ പുകപടലങ്ങൾ ചുറ്റിപ്പിണഞ്ഞും വട്ടം കറങ്ങിയും വനിതയിന് മുന്നിൽ ഒരാൾരൂപം പോലെ പരിണാമം കൊള്ളുകയായി. ഹോമകുണ്ടത്തിനും വനിതയിനും അപ്പുറത്ത് തറയിൽ ചുവന്ന പട്ടുവിരിച്ച ഒരു പ്രതലം. ഒരാൾക്കിരിക്കാൻ മാത്രം സമചതുരാകൃതിയെ പട്ടിനുള്ളൂ. അതിനു ചുറ്റും വിറച്ചുനിന്ന് കത്തുന്ന ഈർക്കിലി പന്തങ്ങൾ. വനിതയുടെ വലതുകൈ അടുത്തിരുന്ന എണ്ണപാത്രത്തിലേക്കും ഹോമകുണ്ടത്തിലേക്കും യാന്ത്രികമെന്ന പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുറി നിറയെ വെളുവെളുത്ത പുകപടലം നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വനിതയുടെ മന്ത്രോച്ചാരണങ്ങൾക്ക് വേഗതയേറി, കർമ്മങ്ങൾക്ക് ദ്രുതചലനം. ആൾരൂപം പോലെ പരിണാമം കൊണ്ട ആ വെളുത്ത പുകച്ചുരുൾ പട്ടുപ്രതലത്തിന് നടുവിലാണപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓം ഹ്രീം ഫട്ട് ധുമാവതീം സ്വാഹ, ഓം ഹ്രീം ഫട്ട് ദമാവതീം സ്വാഹ. മന്ത്രോച്ചാരണങ്ങൾക്ക് വീണ്ടും വേഗതയേറുന്നു. വനിതയൻ ഒരു പിടി തെള്ളിപ്പൊടി വാരി ഹോമകുണ്ടത്തിലേക്കെറിഞ്ഞു. ഒരു വലിയ അഗ്നിഗോളം മുറിയുടെ മുകൾ തട്ടിലേക്ക് ഉയർന്നു. ആ പ്രകാശദീപ്തി പൊലിഞ്ഞു തീരുമ്പോൾ വനിതയുടെ മിഴികൾ പൂർണ്ണമായും തുറക്കപ്പെട്ടു. മുന്നിൽ ഉദ്ദേശിച്ചത് തന്നെ കണ്ടതിൻ്റെ ചാരിതാർത്ഥ്യം ആ കണ്ണുകളിൽ തിളങ്ങി. പട്ടുവിരിച്ച ഇരിപ്പിടത്തിൽ നിന്ന് മണിസ്വനം പോലൊരു ചിരിയോലെ. ധുമാവതി, ധുമാവതി എന്ന ദുർദേവതാരൂപം പ്രത്യക്ഷയായിരിക്കുന്നു. വനിതയൻ കുമ്പിട്ട് നമസ്കരിച്ചു. പിന്നെ ഇഷ്ടദേവതയ്ക്ക് എന്തോ ചില നിർദ്ദേശങ്ങൾ നൽകി. അടുത്ത ക്ഷണം ധുമാവതി ആ മുറിയിൽ നിന്ന് അപ്രത്യക്ഷയായി. വനിതയൻ വിജയാഹ്ലാദത്തോടെ പൊട്ടിച്ചിരിച്ചുപോയി. ഒപ്പം അയാളുടെ കണ്ണുകളിൽ ക്രൂരമായ ഒരു തരം തിളക്കവും. പൂട്ടിയിട്ടിരുന്ന സീതയുടെ മുറിവാതിലിലൂടെ ഓടാമ്പൽ തനിയെ ഒരു ഭാഗത്തേക്ക് മാറി. ശബ്ദം കേട്ട് സീത ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അവളുടെ നാസാരന്ധ്രങ്ങളിൽ ഏതൊക്കെയോ കാട്ടുപൂക്കളുടെ രൂക്ഷഗന്ധം തുളഞ്ഞു കയറി. സ്വബോധത്തിന് വീണ്ടും മങ്ങലേൽക്കുകയാണോ? സീത പരിഭ്രമത്തോടെ ഇരുട്ടിൽ മിഴിച്ചു നോക്കി. ആരോ മുറിവാതിൽക്കൽ മുട്ടി വിളിക്കുന്നതായി സീതയ്ക്കൊരു തോന്നൽ. ഒപ്പം തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നതായും. സീത വാതിൽക്കലേക്ക് നടന്നു. അവൾ കൈയൊന്നു തൊടും മുൻപേ ആ വാതിൽ മലർക്കെ തുറന്നു. അപ്പോൾ സീത അത്ഭുതപ്പെട്ടുപോയി. പുറത്തെ കൂറ്റാക്കൂരിരുട്ടിൽ ദേവതയെ പോലൊരു സുന്ദരി. സീതയെ നോക്കി ആ സുന്ദരി ചിരിച്ചു. പിന്നെ അവളെ കൈകൊട്ടി വിളിച്ചു. വല്ലാത്തൊരു വിഭ്രമം സീതയെ പൊതിഞ്ഞു. പുറത്തെല്ലാം ആ പൂക്കളുടെ ഗന്ധം നിലാവു പോലെ പരന്നു കിടക്കുന്നതായി സീതയ്ക്ക് അനുഭവപ്പെട്ടു. വരൂ, ഇറങ്ങി വരൂ. ആ സ്ത്രീരൂപം സീതയെ വീണ്ടും വീണ്ടും കൈമാടി വിളിക്കുകയാണ്. സീതയ്ക്ക് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൾ വീടിന് പുറത്തേക്ക് ചുവട് വെച്ചു.